ഈ നിമിഷം സ്ഥലമിട്ടില്ലേ കാര്യങ്ങളൊക്കെ വഷളാവും. എന്താ രാമേന്ദ്ര പ്രശ്നം? ഒരു തേപ്പുകാരിയുടെ ഗത. അഖിലനാടിയുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിലെ കിളിയോടൊപ്പം ഒളിച്ചോടിപ്പോയി. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ദിസ് ഈസ് ഒളിച്ചോട്ടം. ഫുൾ സെറ്റപ്പിലാണ്. പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവള് പുള്ളിനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. നിന്നെയായിരുന്നോ ഞാൻ സ്നേഹിച്ചിരുന്നത്? നിന്നെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോഴാണോ ഞാൻ കരഞ്ഞത്? പൊന്നപ്പൻ ചേട്ടനെ എന്നെ ശപിക്കരുത്. പൊന്നപ്പൻ ചേട്ടൻ എന്നെ പൊന്നു പോലെ നോക്കും. ഇവള് പ്രേമിച്ചിറങ്ങിപ്പോയ ബസ് കണ്ടക്ടർ, അവനെ പറ്റി രണ്ട് വാക്ക് പറയണം. അവനാ ഫ്ലാഗ്, നെറ്റിയിൽ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. കണ്ടിട്ട് ഒരു കാബൂളി സ്റ്റൈൽ ഉണ്ട്. ഇത് നമ്മുടെ പെണ്ണ് സുനിയല്ലേ? വെറും 3 മാസത്തെ പരിചയം. 3 മാസത്തെ പരിചയം. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഇതിപ്പോ 3 മാസമില്ലേ, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഞാൻ പോവാ. അവന് സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര തൽപരകൃഷിയാണെന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അറിയാൻ. അത് വെറും ഒരു കച്ചറ ഒരുത്തൻ. നാണം കേട്ടോ ഓരോന്ന് ചെയ്യുന്നതിന് മുമ്പ് നീ നിന്റെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ചോ? എന്ത് കണ്ടിട്ടാണ് ഇവന്റെ കൂടെ പോയെന്നുള്ളതാണ്. എന്ത് കണ്ടിട്ട്? ഞാൻ ട്രൈ ചെയ്തിട്ടാ എന്റെ ട്രൈ കണ്ട അവള് വീണു. നിനക്ക് ഈ കാട്ടുപോക്കാനല്ലാതെ വേറെ ആരും കിട്ടിയില്ലോടി? അവന്റെ ഇരട്ടപ്പേര് തന്നെ പൂവാലൻ എന്നാ. ഉള്ള ചാരിത്രം കൊണ്ട് വീട്ടിൽ പോകാൻ നോക്ക്. ഇത് അവന്റെ സ്ഥിരം കലാപരിപാടിയാ. തലേ ദിവസം വരെ അവന്റെ കൂടെ കിടന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേന് വേറത്തിന്റെ കൂടെ കിടക്കാൻ എഴുന്നേറ്റ് പോകാൻ എന്തോ പറയണം. കഷ്ടം. തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് എന്തോ കോഴ്സ് എന്തോ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖില് ആ കോഴ്സിന് കൊണ്ട് ചേർത്തു. അല്ലെങ്കിൽ ഇപ്പൊ പിള്ളേരൊക്കെ എങ്ങനെയാ, ജീവനുള്ള സ്നേഹിക്കുന്ന ചെക്കന്മാരുണ്ടാവും. എന്നിട്ട് അവരൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉടായ്പന്മാരെ കാണുമ്പോൾ അവരുടെ പുറകെ പോക്കോളും. സോ ബസ്സിലെ കിളി ഉണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റ് പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. പുള്ളിക്കാരനുമായിട്ട് വിളിച്ചോടിക്കുന്നു. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അതാണ് സുരേഷ് ചേട്ടനല്ലേ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. സ്കിന്നിന് നൽകുന്ന ഗ്ലോയിങ് കണ്ട്, നിനക്ക് നൽകുന്ന ഗ്ലോയിങ് കണ്ട്, അവന് കിട്ടിയൊരു ഗ്ലോയിങ് കണ്ട്, രണ്ടുപേർക്കും കിട്ടിയൊരു ഹൈപ്പും കണ്ട്. ഈ അവഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം അറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. ഏതൊക്കെ രീതി നോക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോകാനുള്ളതാണെങ്കിൽ പോകും. മിന്നണ സാരി എടുത്തോണ്ടോ മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം.